അപ്പോൾ നമ്മൾ ഇന്ന് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് റിവൈസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ക്ലാസിക്കൽ കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷനാണ് പറയാൻ പോകുന്നത്. ക്ലാസിക്കൽ കോൺസെപ്റ്റിൽ എങ്ങനെയാണ് ഓക്സിഡേഷനെ ഡിഫൈൻ ചെയ്തത്? 4 രീതിയിൽ ഡിഫൈൻ ചെയ്യാറുണ്ട് ക്ലാസിക്കൽ കോൺസെപ്റ്റിൽ. ഒന്ന്, അഡീഷൻ ഓഫ് ഓക്സിജൻ, അതേപോലെ അഡീഷൻ ഓഫ് ഓക്സിജൻ ആവാം അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്, അതുപോലെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് കോമ്പണൻറ്റ്. ഇങ്ങനെ 4 രീതിയിൽ ഓക്സിഡേഷന് ഡിഫൈൻ ചെയ്യാറുണ്ട്. അതാണ് ഓക്സിഡേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ എനി അതർ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ എനി അതർ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്. അപ്പോൾ അവിടെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഓക്സിജൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്സിജൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്, ഫോർ എക്സാമ്പിൾ പിന്നെ നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലോറിൻ ആഡ് ചെയ്യുക, ഇതൊക്കെ ഓക്സിഡേഷനായിട്ട് പറയാം. അതുപോലെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ മാത്രമല്ല റിമൂവ് ചെയ്യുക, അവിടെ പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റും റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഒരു മെറ്റൽ, മഗ്നീഷ്യം റിമൂവ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള ഒരു എലമെൻറ്റും റിമൂവ് ചെയ്യും. അപ്പോൾ അതാണ് ഓക്സിഡേഷന് 4 രീതിയിലാണ് ക്ലാസിക്കൽ കോൺസെപ്റ്റിൽ ഡിഫൈൻ ചെയ്തത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്തു. ഇവിടെ നമുക്കറിയാം ഹൈഡ്രജനിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്തു, അപ്പോൾ നമ്മൾ പറയും അഡീഷൻ ഓഫ് ഓക്സിജൻ. അതുപോലെ പിന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം, H2S + Cl2 ഗീവ്സ് HCl. അവിടെ ക്ലോറിൻ H2Sലേക്ക് ആഡ് ചെയ്തു, അപ്പോൾ അവിടെ എന്താണ് വരിക? അഡീഷൻ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റാണ്. ഇനി റിഡക്ഷൻ പറയാം. റിഡക്ഷൻ എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ നേരത്തെ അഡീഷൻ ഓഫ് ഓക്സിജൻ പറഞ്ഞു കൊടുത്ത്, ഇവിടെ റിഡക്ഷനിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ എനി അതർ ഇലക്ട്രോ പോസിറ്റീവ് കോമ്പണൻറ്റ്. അതുപോലെ അഡീഷൻ ഓഫ് പിന്നെ ഹൈഡ്രജൻ പറഞ്ഞു കൊടുത്ത് ഓക്സിജൻ പറഞ്ഞു കൊടുത്ത് റിമൂവൽ ഓഫ് ഓക്സിജൻ ഓർ എനി അതർ ഇലക്ട്രോ നെഗറ്റീവ് കോമ്പണൻറ്റ്. ഇങ്ങനെ 4 രീതിയിൽ നമുക്ക് റിഡക്ഷനെയും ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ ക്ലാസിക്കൽ കോൺസെപ്റ്റാണെന്ന് പറയുന്നത്. ഓക്സിഡേഷൻ പറഞ്ഞു, റിഡക്ഷൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഇവിടെ ഇതിൽ തന്നെ നമുക്ക് പറയാം. ഇവിടെ നമുക്കറിയാം, ഇവിടെ സെയിം എക്സാമ്പിൾ വെച്ച് നമുക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ റിഡക്ഷനും ഓക്സിഡേഷനും പറഞ്ഞ പോലെ ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യാം, അഡീഷൻ എന്നുള്ളിടത്ത് പ്രൊവൈഡ്സും റിമൂവൽ എന്നുള്ളിടത്ത് റിമൂവ്സും ആക്കാം. പിന്നെ ഒരു എക്സാമ്പിൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത് പിന്നീട് പറയാം. ഓക്കെ. അപ്പോൾ അത് പിന്നെ ഓക്സിഡേഷൻ നടക്കുന്ന എലമെൻറ്റിനെ റെഡ്യൂസിങ് ഏജൻറ്റും റിഡക്ഷൻ നടക്കുന്ന എലമെൻറ്റിനെ ഓക്സിഡൈസിങ് ഏജൻറ്റുമാണ് പറയുക. ആ രീതിയിലാണ് പറയുക. അപ്പോൾ ഓക്സിഡേഷൻ എവിടെയാണോ നടക്കുന്നത് റെഡ്യൂസിങ് ഏജൻറ്റാണ്, റിഡക്ഷൻ എവിടെയാണോ നടക്കുന്നത് ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. അങ്ങനെ നമ്മളത് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ഈ ഓക്സിഡൈസിങ് ഏജൻറ്റിനെ നമ്മൾ മറ്റൊരു പേര് പറയും, ഓക്സിഡൻറ്റ്, ഓക്സിഡൈസർ, ഇങ്ങനെ 3 പേരിൽ ഇത് പറയാറുണ്ട്. അപ്പോൾ അത് 3 പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ചിലപ്പോൾ ആ രീതിയിൽ ചോദിക്കാറുണ്ട്, ഏതാണ് അതിലെ ഓക്സിഡൻറ്റ്, ഏതാണ് അതിലെ റിഡക്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഓക്സിഡൈസിങ് ഏജൻറ്റ് നോക്കാം. A substance which provides oxygen or any other electronegative element, or a substance which removes hydrogen or any other electropositive element is called oxidizing agent. ഞാൻ നേരത്തെ പറഞ്ഞു, അഡീഷൻ എന്നുള്ളടത്ത് പ്രൊവൈഡ്സ് കൊടുക്കുക, റിമൂവൽ എന്നുള്ളടത്ത് റിമൂവ്സ്. ഓക്സിഡേഷൻ റിഡക്ഷൻ ഡെഫിനിഷനിൽ തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. ഓക്സിഡേഷൻ ഡെഫിനിഷൻ വെച്ചിട്ടാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ്. അതിന് പകരം
ഓക്സിഡൈസിങ് ഏജൻറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ വിച്ച് പ്രൊവൈഡ്സ് ഓക്സിജൻ. ഏതാണോ ഓക്സിജനെ കൊടുക്കുന്നത് അതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിജനെ കൊടുക്കുന്ന ആൾ അതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ചിലപ്പോൾ അത് ഓക്സിജൻ തന്നെ ആവാം. H2+O2 ഓക്സിജൻ തന്നെയാണ് ഓക്സിജന് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. എ സബ്സ്റ്റൻസസ് വിച്ച് റിമൂവ്സ് ഹൈഡ്രജൻ, അല്ലേ, ആരാണോ ഹൈഡ്രജനെ റിമൂവ് ചെയ്യിപ്പിക്കുന്നത്, ഓർ എനി അതർ ഇലക്ട്രോപോസിറ്റീവ് എലമെൻറ്റ്, അതിനെയാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ റെഡ്യൂസിങ് ഏജൻറ്റ്. റെഡ്യൂസിങ് ഏജൻറ്റിൽ വിച്ച് പ്രൊവൈഡ്സ് ഹൈഡ്രജൻ, നമ്മൾ അല്ലേ പ്രൊവൈഡ്സ് ഹൈഡ്രജൻ അഡീഷൻ ആണല്ലോ റിഡക്ഷൻ. അപ്പോൾ ഹൈഡ്രജനെ പ്രൊവൈഡ് ചെയ്യുന്നത് റെഡ്യൂസിങ് ഏജൻറ്റ്. എ സബ്സ്റ്റൻസസ് വിച്ച് പ്രൊവൈഡ്സ് ഹൈഡ്രജൻ ഓർ എനി അതർ ഇലക്ട്രോപോസിറ്റീവ് എലമെൻറ്റ്, ഓർ എ സബ്സ്റ്റൻസ് വിച്ച് റിമൂവ്സ് ഓക്സിജൻ ഓർ എനി ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് ഈസ് കോൾഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. അതെങ്ങനെ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഡിഫൈൻ ചെയ്ത പോലെ റെഡ്യൂസിങ് ഏജൻറ്റ് നമുക്ക് റിഡക്ഷൻ ഡെഫിനിഷൻ ഒരു മാറ്റം വരുത്തുക. അതിൽ അഡീഷൻ എന്നുള്ളിടത്ത് പ്രൊവൈഡ്സ് ആക്കിയിട്ട് നമുക്ക് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സത്യത്തിലും ഹൈഡ്രജനെ പ്രൊവൈഡ് ചെയ്യുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോപോസിറ്റീവ് എന്നാണ് ഏതിൽ റിഡക്ഷൻ നടത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾ, അതാണ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അതാണ് സബ്സ്റ്റൻസസ് വിച്ച് പ്രൊവൈഡ്സ് ഹൈഡ്രജൻ ഓർ എനി അതർ ഇലക്ട്രോപോസിറ്റീവ് എലമെൻറ്റ്. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ പ്രൊവൈഡ് ചെയ്താലാണ് റിഡക്ഷൻ നടക്കുക, ഹൈഡ്രജൻ ആഡ് ചെയ്താലാണ് റിഡക്ഷൻ നടക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ വരാനുള്ള കാരണം, റെഡ്യൂസിങ് ഏജൻറ്റ്. ഇപ്പോൾ റെഡ്യൂസിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജൻറ്റ്, റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നതിനെ, റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതിന് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയും. എ സബ്സ്റ്റൻസ് വിച്ച് പ്രൊവൈഡ്സ് ഹൈഡ്രജൻ ഓർ എനി ഇലക്ട്രോപോസിറ്റീവ് എലമെൻറ്റ്, ഓർ നമുക്കതിനെ പറയാം സബ്സ്റ്റൻസസ് വിച്ച് റിമൂവ്സ് ഓക്സിജൻ ഓർ എനി ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്. ഇനി ഈ റിഡോക്സ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു റെഡ്യൂസിങ് ഏജൻറ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ, ഓക്സിഡൈസിങ് ഏജൻറ്റ് അണ്ടർഗോ റിഡക്ഷൻ. അപ്പോൾ ആ ഒരു പോയിൻ്റ് എപ്പോഴും നോട്ട് ചെയ്താൽ മതി. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡ്യൂസിങ് ഏജൻറ്റും ഓക്സിഡൈസിങ് ഏജൻറ്റും കാണാൻ പറ്റും. അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് എപ്പോഴും ഓക്സിഡേഷനാണ് നടത്തുക. കാരണം അതാണല്ലോ പിന്നെ ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡ്യൂസിങ് ഏജൻറ്റാണ്. റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യുക. റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓക്സിഡേഷൻ നടക്കണം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ, അതുപോലെ ഓക്സിഡൈസിങ് ഏജൻറ്റ് അണ്ടർഗോ റിഡക്ഷൻ. ഇനി രണ്ടാമത് വന്ന ഒരു കോൺസെപ്റ്റാണ് ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അതിൽ എന്തുകൊണ്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ ചില ഇലക്ട്രോഡ് റിയാക്ഷൻസൊക്കെ പറയുന്ന സമയത്ത് അവിടെ നമുക്ക് ഈ ഓക്സിജനും ഈ പറയുന്ന ഹൈഡ്രജനൊന്നും ഇല്ലെങ്കിലും അവിടെ പിന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അതിൻ്റെ ബേസിൽ മറ്റൊരു രീതിയിൽ അതിനൊരു ഡെഫിനിഷൻ കൊടുക്കുകയും ചെയ്തതാണ്. അതാണ് ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അവിടെ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോസ് ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഇൻവോൾവിങ് ലോസ് ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ ഈസ് ദ പ്രോസസ് ഇൻവോൾവിങ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. അതുപോലെ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, പിന്നെ റിഡക്ഷൻ നടക്കുന്ന എലമെൻ്റ് ആണല്ലോ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതുകൊണ്ട് നമ്മൾ പറയും ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ഹൂസ് ആറ്റം ഗെയിൻസ് ഇലക്ട്രോൺ, whose atoms gains electron. അതുപോലെ റെഡ്യൂസിങ് ഏജൻറ്റ് ഈസ് സബ്സ്റ്റൻസ് ഹൂസ് ആറ്റം ലോസ് ഇലക്ട്രോൺ. അപ്പോൾ ആർക്കാണോ ഇലക്ട്രോണെ കാരണം നമുക്കറിയാം ഓക്സിഡേഷൻ നടക്കുന്ന എലമെൻറ്റ് റെഡ്യൂസിങ് ഏജൻറ്റാണ്, റിഡക്ഷൻ നടക്കുന്ന എലമെൻറ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്ന എലമെൻറ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് ഓക്സിഡേഷൻ നടക്കുന്ന എലമെൻറ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് ആയതുകൊണ്ട് നമുക്ക് റെഡ്യൂസിങ് ഏജൻറ്റിനെ എങ്ങനെ പറയാം, ലോസ്. ആർക്കാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് അവരാണ് റെഡ്യൂസിങ് ഏജൻറ്റ്, ആർക്കാണോ ഇലക്ട്രോൺ കിട്ടുന്നത് അവരാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്.
ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ സിങ്ക് പ്ലസ് Cu2 പ്ലസ് ഗീവ് Zn2 പ്ലസ് Cu. അപ്പോൾ സിങ്കിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, എന്നാൽ കോപ്പറിന് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ സിങ്കിൽ ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നു, കോപ്പറിൽ റിഡക്ഷൻ നടക്കുന്നു. ഇനി ഓക്സിഡേഷൻ നടക്കുന്നതുകൊണ്ട് സിങ്ക് എന്താണ്? റെഡ്യൂസിങ് ഏജൻ്റാണ്. Cu2 പ്ലസ് എന്താണ്? ഓക്സിഡൈസിങ് ഏജൻ്റാണ്. ഈ രീതിയിലാണ് നമ്മൾ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു റിഡോക്സ് റിയാക്ഷനിൽ എപ്പോഴും ഒരു ഓക്സിഡേഷനും ഉണ്ടായിരിക്കും, ഒരു റിഡക്ഷനും ഉണ്ടായിരിക്കും. There are oxidation half reaction and reduction half reaction. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. റിയാക്ഷൻ ബിറ്റ്വീൻ Na ആൻഡ് Cl പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം ആൻഡ് ക്ലോറിൻ എങ്ങനെ നടക്കും എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കറിയാം സോഡിയം ഇറ്റ് ലോസസ് ഇലക്ട്രോൺ. അപ്പോൾ അവിടെ Na++1 ഇലക്ട്രോൺ എന്ന് എഴുതും. ക്ലോറിൻ ആറ്റം ഗെയിൻസ് ആൻ ഇലക്ട്രോൺ. ക്ലോറിൻ ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ Cl- ആയിട്ട് മാറും. Cl+1 ഇലക്ട്രോൺ ഗീവ്സ് Cl-. ഓവറോൾ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? Na+Cl ഗീവ്സ് Na++Cl. ഇനി നമ്മൾ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതിലേതാണ് ഓക്സിഡേഷൻ? ഫസ്റ്റ് Na ഗീവ്സ് Na++1 ഇലക്ട്രോൺ. സോഡിയത്തിനാണല്ലോ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്, അപ്പോൾ അതാണ് ഓക്സിഡേഷൻ. ക്ലോറിനാണ് ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്നത്, അപ്പോൾ അതാണ് റിഡക്ഷൻ. ഇനി ഏതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്? ഓക്സിഡൈസിങ് ഏജൻറ്റ് Cl ആണ്. ആരാണോ ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്നത്, ആരാ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത്? ക്ലോറിനാണ്. അതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണോ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്നത് അതാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അവിടെ സോഡിയാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്നത്. സോഡിയം ഇവിടെ എന്താണ്? റെഡ്യൂസിങ് ഏജൻ്റാണ്. അപ്പോൾ അങ്ങനെ ഏത് റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാലും ഇതേ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇത് രണ്ടും പലപ്പോഴും ഓക്സിഡേഷൻ റിഡക്ഷനും ഒരേപോലെ നടക്കും. ഒന്ന് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ മറ്റൊന്ന് റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് അതിനെ റിഡോക്സ് റിയാക്ഷൻ എന്നാണ് പറയാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒന്നും കൂടെ പറയുകയാണ്. അതിന് വേണ്ടിയിട്ട് സിങ്ക് മെറ്റലിനെ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പം എന്നിട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് മെറ്റൽ ഡിപ്പ് ചെയ്ത സമയത്ത് കോപ്പറിൽ ഡിപ്പ് ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചതെന്നുള്ളത് നമ്മുടെ ആ ചിത്രത്തിൽ കാണുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? കോപ്പർ സൾഫേറ്റ് നമുക്കറിയാം ഒരു നീല കളറാണ് അല്ലേ. നീല കളറുള്ള കോപ്പർ സൾഫേറ്റിൻ്റെ കളറ് ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ സിങ്ക് എന്ന് പറയുന്ന സിങ്കിൻ്റെ മെറ്റാലിക് റോഡിൽ ഒരു കോപ്പർ കോട്ടിങ് കാണാം അല്ലേ. അപ്പോൾ അവിടെ സിങ്ക് മെറ്റല് നമ്മൾ ഈ പറയുന്ന കോപ്പർ സൾഫേറ്റ് വെച്ച് കഴിയുമ്പോൾ ബ്ലൂ കളർ ഓഫ് ദ കോപ്പർ സൊല്യൂഷൻ ബിഗിൻസ് ടു ഫെയ്ഡ്. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. കോപ്പർ മെറ്റലോടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. കോപ്പർ മെറ്റൽ സിങ്കിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതുപോലെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളറ് ഫെയ്ഡാവുന്നു. മൂന്നാമത്തത് ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറത്ത് ചൂട് അനുഭവപ്പെടുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സിങ്കിന് 2 ഇലക്ട്രോൺ നഷ്ടമായിട്ട് Zn2+ ആയിട്ട് മാറുന്നു. കോപ്പർ Zn2+ ആയിട്ട് മാറും. എന്നിട്ട് സൊല്യൂഷനിലോട്ട് പോകും. എന്നാൽ അവിടെയുള്ള കോപ്പർ എന്ത് ചെയ്യും? Cu2+. സൊല്യൂഷനിൽ CuSO4ൽ Cu2+ ആണുള്ളത്. ആ Cu2+ 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട് കോപ്പറായിട്ട് അതിൻ്റെ പുറത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. ഇനി ഇതേ എക്സ്പെരിമെൻറ്റ് നമ്മൾ മറ്റൊരു രീതിയിൽ ചെയ്യാൻ നോക്കുകയാണ്. ഒരു കോപ്പർ ഇവിടെ തന്നെ ഈ എക്സാമ്പിൾ തന്നെ ഒരു കാര്യം ഒബ്സർവ് ചെയ്തൊരു കാര്യം കൂടെ പറയാം. ഇവിടെ ഇത് നേരെ ഓപ്പോസിറ്റ് ചെയ്തു. എന്തെങ്ങനെ ഓപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് സിങ്ക് മെറ്റൽ കോപ്പർ സൾഫേറ്റിലിട്ടു അല്ലേ. അതിന് പകരം കോപ്പർ മെറ്റൽ സിങ്ക് സൾഫേറ്റിലിട്ടപ്പോൾ നോ റിയാക്ഷൻ, ഒന്നും കണ്ടില്ല, ഒരു ചേഞ്ചും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇനി അതുപോലെ കോപ്പർ മെറ്റലിനെ നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യണം.
അപ്പോൾ നമുക്കറിയാം സിൽവർ നൈട്രേറ്റിന് കളർലെസ് സൊല്യൂഷനാണ്. കോപ്പറിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ മെറ്റലിൽ സിൽവർ കോട്ടിങ് കണ്ടു എന്നാണ്. സിൽവർ സ്റ്റാർട്സ് ഡെപ്പോസിറ്റ്. അതുപോലെ തന്നെ സൊല്യൂഷനിൽ ആദ്യം കളറില്ലായിരുന്നു, പക്ഷെ സൊല്യൂഷന് സ്ലൈറ്റ് ബ്ലൂ കളറ് ആവാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ റിയാക്ഷൻ ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്, ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഈ 3 ഒബ്സർവേഷനാണ് ആ ഒരു എക്സാമ്പിളിൽ നിന്ന് അവർക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം കളറില്ല അല്ലേ, പിന്നീട് കളറ് വരുന്നതോടൊപ്പം സിൽവറിൻ്റെ കോട്ടിങ് ആ ഒരു ഇലക്ട്രോഡിൽ കാണുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് Cu2+ ആയിട്ട് സൊല്യൂഷനിലോട്ട് പോകുന്നു. സൊല്യൂഷനിലേക്ക് Cu2+ ആയി പോകുന്നത് കൊണ്ടാണ് അതിന് ബ്ലൂ കളർ കിട്ടുന്നത്. അതുപോലെ Ag+ സിൽവർ ആ 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട് സിൽവറായിട്ട് ആ ഒരു മെറ്റാലിക് റോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് നേരെ തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ ഉണ്ടാവില്ല. എങ്ങനെ? നമ്മളിപ്പോൾ എന്താ ചെയ്തു? കോപ്പറിന് സിൽവർ നൈട്രേറ്റ് ഇട്ടു. ഇനി കോപ്പർ നൈട്രേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ദർ ഈസ് നോ റിയാക്ഷൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കുക? എപ്പോഴും നമ്മൾ ഒരു മെറ്റലാണ് വിചാരിച്ചിട്ട് എപ്പോഴും ഒരേപോലെ ഇലക്ട്രോൺ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇലക്ട്രോഡിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കണമെന്നില്ല. ഇതുപോലെയുള്ള ഇലക്ട്രോൺ ലോസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇവിടെ ഓക്സിഡേഷൻ, ഇതൊരു ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനാണ്. ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നതിന് എന്തുണ്ട്? ചില ഓർഡറുകളുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ 3 മെറ്റൽ നമ്മൾ സിങ്ക് അല്ലേ, കോപ്പർ, സിൽവർ, ഈ 3 എടുക്കുകയാണെങ്കിൽ ഈ 3 ഏറ്റവും കൂടുതൽ ഇലക്ട്രോണെ ലോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതൽ സിങ്കിനാണ് വെൻ കമ്പയർഡ് ടു കോപ്പർ ആൻഡ് സിൽവർ. പിന്നെ കോപ്പറിനാണ്, പിന്നെ സിൽവറിനാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ സിങ്ക് ഇലക്ട്രോഡ് കോപ്പറിൽ വെച്ചപ്പോഴാണ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ വെച്ചപ്പോഴാണ് റിയാക്ഷൻ നടന്നത്. എന്നാൽ കോപ്പർ ഇലക്ട്രോഡ് സിങ്ക് സൾഫേറ്റിൽ വെച്ചപ്പം കോപ്പറും സിങ്കും വരുമ്പോൾ ഒരിക്കലും കോപ്പറിന് ഇലക്ട്രോണെ ഗെയിൻ ചെയ്യാനേ സാധിക്കുള്ളൂ. കോപ്പർ മെറ്റലിന് ഒരിക്കലും ഇലക്ട്രോണെ ലോസ് ചെയ്യാനുള്ള കഴിയില്ല. അപ്പോൾ ആ ഒരു ഇലക്ട്രോൺ ലോസിങ് കപ്പാസിറ്റി കൂടുതലുള്ളത് സിങ്കിനാണ്. സിങ്കും കോപ്പറും വരുമ്പോൾ സിങ്കിനാണ്, കോപ്പറും സിൽവറും വരുമ്പോൾ കോപ്പറിനാണ്. അതാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു റിയാക്ഷൻ അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി അടുത്തൊരു കോൺസെപ്റ്റാണ് ഓക്സിഡേഷൻ നമ്പർ ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്മൾ പലപ്പോഴും ഓക്സിഡേഷൻ നമ്പർ കാണാറുണ്ട് അല്ലേ. ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാറുണ്ട്. ഓക്സിഡേഷൻ നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ചാർജ് ദാറ്റ് an atom would have if both the electrons in each bond were assigned to the more electronegative element. പല രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഓക്സിഡേഷൻ നമ്പറിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത് ബോണ്ട് ചെയ്തിരിക്കുന്ന ആറ്റവുമായിട്ട് ഇവിടെ നമ്മൾ ഈ ഡെഫിനിഷനിൽ നമ്മൾ പറയുന്നത് മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിനുമായിട്ട് ബോണ്ട് ചെയ്ത ശേഷം അതിനുണ്ടാവുന്ന ചാർജിനെയാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയും. അതെന്താണെന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, വാട്ടറിൽ നമുക്കറിയാം, വാട്ടറിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണെന്ന് നിങ്ങൾക്കറിയാം. +1 ആവുന്ന എന്തുകൊണ്ടാണ്? ഈ ഹൈഡ്രജൻ ഓക്സിജന് ഇലക്ട്രോണെ വിട്ടുകൊടുക്കുമ്പോൾ ആണ് അതിന് എന്ന് പറഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ ഓക്സിജനിലേക്ക് ഇലക്ട്രോണെ വിട്ടുകൊടുക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാവുന്ന ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +1 ആണ്. കാരണം ഇലക്ട്രോണെ ഓക്സിജന് വിട്ടുകൊടുത്തു. അപ്പോൾ ഇതിൽ ഒരു കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിൽ എപ്പോഴും ഒരൊറ്റ എലമെൻറ്റിന് മാത്രമായിരിക്കും നെഗറ്റീവ് ചാർജ് ഉണ്ടാകുക. അത് മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റ് ആയിരിക്കും. മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റിനാണ് എപ്പോഴും ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്നത്. കാരണം നെഗറ്റീവ് ചാർജ് എപ്പോഴും മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റിൻ്റെ കയ്യിലാണ്. ബാക്കി എല്ലാ എലമെൻറ്റും
പോസിറ്റീവ് ചാർജ് ഉള്ളതായിരിക്കും. കാരണം ബാക്കിയെല്ലാം ഇലക്ട്രോണ് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഒരു കോമ്പൗണ്ടിൽ ഒരു എലമെൻറ്റ് മാത്രമേ ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള ഒരു എലമെൻറ്റ് മാത്രമേ ഇലക്ട്രോണ് ഗെയിൻ ചെയ്യുള്ളൂ. ആ ഇലക്ട്രോണ് ഗെയിൻ ചെയ്തിട്ട് അതിനുള്ള ചാർജ്, അതിനെയാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. പല രീതിയിലും പറയാറുണ്ട്. മറ്റൊരു രീതിയിൽ പറയാറുള്ളത്, ഒരു കോമ്പൗണ്ടിലെ ഇലക്ട്രോണ് മുഴുവൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് എത്രയാണോ ആ ചാർജിനെയാണ് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാറുണ്ട് കേട്ടോ. ഡെഫിനിഷൻ ചോദിക്കാറൊന്നുമില്ല, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്സിഡേഷൻ നമ്പർ ഡിഫൈൻഡ് ആസ് ദ ചാർജ് ദാറ്റ് ആൻ ആറ്റം വുഡ് ഹാവ് if both the electrons in each bond were assigned to the more electronegative element. ഇനി അതിൻ്റെ റൂൾസ്, ഇതിൽ റൂൾസ് നോക്കാം. ഓക്സിഡേഷൻ നമ്പറിൽ നമ്മൾ വെച്ചിട്ടുള്ള റൂൾസ് നമ്മൾ നോക്കാം. അപ്പോൾ അവിടെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊരു ഫ്രീ ആയിട്ടുള്ള ഒരു എലമെൻറ്റോ അല്ലെങ്കിൽ ഫ്രീ മോളിക്യൂളോ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ O2ൻ്റെ ചാർജ് 0 ആണ്. പലരും തെറ്റിക്കുന്നൊരു കാര്യമാണ്. H2 ഇത് ഫ്രീ മോളിക്യൂളാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ചാർജ് 0 ആണ്. അതേപോലെ എല്ലാ എലമെൻറ്റിനും സോഡിയം, ഹൈഡ്രജൻ ഇതൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ, അല്ലേ, കോമ്പൗണ്ട് അല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെയും ചാർജ് 0 ആയിരിക്കും. പിന്നെ മറ്റൊരു റൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സം ഓഫ് ദ ഓക്സിഡേഷൻ ഓഫ് ന്യൂട്രൽ മോളിക്യൂൾ ആണെങ്കിൽ അതും 0 ആയിരിക്കും. പിന്നെ നമ്മൾ പല രീതിയിൽ നമുക്ക് ഓരോരോ ഗ്രൂപ്പ് ബൈ ഗ്രൂപ്പായിട്ട് പറയാം. അപ്പോൾ ഒരു അയോൺ ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കോപ്പർ അയോൺ ആണെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചാർജ് ആയിരിക്കും Cu2+. ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +2 ആണ്, അല്ലേ. Ag+, അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. Al3+, അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 3+ ആണ്. അപ്പോൾ ഒരു അയോൺ ആണെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അതിൻ്റെ ചാർജ് ആയിരിക്കും. ഇനി ചിലത് ഇങ്ങനെ റാഡിക്കലായിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ കാർബണേറ്റ്, അതാണ് പോളി ആറ്റോമിക് അയോൺസ് എന്ന് പറയുന്നത്. പോളി ആറ്റോമിക് അയോൺസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒന്നിലധികം ആറ്റങ്ങളുടെ അയോൺ പോളി ആറ്റോമിക് അയോൺസ്. കാർബണേറ്റ്, സൾഫേറ്റ്, ഇതിൻ്റെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ സമ്മായിരിക്കും, അതിൻ്റെ ആകെ ചാർജിൻ്റെ സമ്മായിരിക്കും. കാർബണേറ്റിന് കാർബണിൻ്റെയും 3 ഓക്സിജൻ്റെയും ചാർജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2 കിട്ടും. കാർബൺ +4 ആണ്, 3 × 2 ഓക്സിജന് -2 ആണ്. 3 × -2 -6 ആണ്. +4ഉം -6ഉം -2 കിട്ടും. അപ്പോൾ കാർബണേറ്റിൻ്റെ ചാർജ് CO3ൻ്റെ ചാർജ് എന്താണ്? 2- ആണ്. അപ്പോൾ അതിലുള്ള ടോട്ടൽ ആറ്റംസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പോളിയം ആറ്റോമിക് അയോൺസിൻ്റെ ചാർജ് കിട്ടും. ഓക്കെ. ഇനി അതുപോലെ നമ്മൾ ഫ്ലൂറിൻ്റെ ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹാലജൻ ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ, -1 ആണ് ഫ്ലൂറിൻ്റെ കേസിൽ -1 ആണ്. ഒരൊറ്റ എക്സെപ്ഷൻ കേസ് ഉണ്ട്, അത് HOF ആണ്. HOFൽ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ റേറ്റ് അവിടെ -1 അല്ല. ബാക്കി എല്ലാ കേസിലും, കാരണം നമുക്കറിയാം ഫ്ലൂറിൻ ഈസ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് -1 ആണ്. പക്ഷേ ഒരൊറ്റ ഓക്സി ആസിഡ് HOF എന്ന് പറയുന്ന ഫ്ലൂറിന് ആകെയുള്ള ഒരു ഓക്സി ആസിഡാണ് HOF. ആ HOFൽ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1 അല്ല അവിടെ വരുന്നത്. ഓക്കെ, അവിടെ +1 ആയിട്ടാണ് വരുന്നത്. ഇനി ഹൈഡ്രജൻ നമുക്കറിയാം +1 ആണ്. പക്ഷേ പിന്നെ അയോണിക് ഹൈഡ്രൈഡിൽ ഹൈഡ്രജൻ്റെത് -1 ആണ്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോപോസിറ്റീവ്, നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ഇലക്ട്രോപോസിറ്റീവ് ആണെന്ന് പറഞ്ഞു, അല്ലേ. പക്ഷേ ഇലക്ട്രോപോസിറ്റീവ് അതിനേക്കാൾ കൂടിയ മെറ്റലിൻ്റെ കൂടെ മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, ലിഥിയം ഇതിൻ്റെ കൂടെയൊക്കെ വരുമ്പം അവിടെ ഹൈഡ്രജനും ഒരു മെറ്റൽ നോക്കുമ്പോൾ മെറ്റലിനാണ് ഇലക്ട്രോപോസിറ്റിവിറ്റി കൂടുതൽ. അപ്പോൾ ഹൈഡ്രജൻ ഇലക്ട്രോ നെഗറ്റീവായിട്ടാണ് വരിക. അതുകൊണ്ട് ഇലക്ട്രോണെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക, ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുക. അതാണ്
ഹൈഡ്രജനിൽ +1 ഉണ്ട്, മെറ്റലുമായിട്ട് -1. ഇനി അതുപോലെ ഓക്സിജന് -2 ഉണ്ട്. ആ -2 കൂടാതെ ഓക്സിജന് 4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നുണ്ട്. ഒന്ന് -1 വരുന്നുണ്ട്. പെറോക്സൈഡിൽ -1 ആണ്. ഇനി +1ഉം +2 ഫ്ലൂറിൻ്റെ കൂടെ +1ഉം +2ഉം വരുന്നുണ്ട്. പിന്നെ ഒരു സൂപ്പർ ഓക്സൈഡ് ഉണ്ട്, പൊട്ടാസ്യത്തിൻ്റെ ഒരു സൂപ്പർ ഓക്സൈഡ് ഉണ്ട്, KO2. അവിടെ -1/2 ആണ് വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, കാരണം അത് പലപ്പോഴും വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. പെറോക്സൈഡിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? -1/2 ആണ്. അപ്പം 4 ഓക്സിജൻ -2 കൂടാതെ 4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. -1 വിത്ത് പെറോക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ സോഡിയം പെറോക്സൈഡ്. അപ്പോൾ വിത്ത് പെറോക്സൈഡിൽ -1 ആണ്. സൂപ്പർ ഓക്സൈഡിൽ -1/2 ആണ്. ഫ്ലൂറിൻ്റെ കൂടെ +1ഉം +2ഉം രണ്ടെണ്ണം. ഇനി ഇതിൽ ആൽക്കലി മെറ്റൽ നമുക്കറിയാം, സോഡിയം ആൽക്കലി മെറ്റലെല്ലാം +1 ആണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അല്ലേ, എല്ലാം +1 ആണ്. കാരണം അതിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണ്. ആൽക്കലൈൻ എർത്ത് മെറ്റലിൽ +2 ആണ്. അതുപോലെ അലുമിനിയത്തിൽ +3 ആണ്. ബാക്കിയുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ബോറോൺ ഫാമിലിയിൽ നമുക്ക് എപ്പോഴും +3 എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിൽ അലുമിനിയം മാത്രം എപ്പോഴും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്നു. കാരണം അതാണൊരു ഇലക്ട്രോ പോസിറ്റീവ് എലമെൻ്റായിട്ട് ആ ബോറോൺ ഫാമിലിയിൽ വരുന്ന ഒരു മെറ്റൽ അലുമിനിയം മാത്രമാണ്. പിന്നെ ഹാലജന് -1 ആണ്. ഹാലജന് -1 ആണ്. പക്ഷേ ഹാലജന് പ്രത്യേകത അതിന് +1 മുതൽ +7 വരെ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഹാലജനിൽ ഹാലജൻ എന്ന് പറയുന്നത് ഫ്ലൂറിൻ കൂടാതെയുള്ള എലമെൻ്റാണ് അവിടെ ഉദ്ദേശിച്ചത്. ഫ്ലൂറിൻ അല്ലാത്ത എലമെൻ്റ്, ഇപ്പോൾ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇതൊക്കെ ഓക്സിജൻ്റെ കൂടെ വരുന്ന കേസിൽ അല്ലേ, ഓക്സിജൻ്റെ കൂടെ വരുന്ന കേസിൽ പല രീതിയിൽ അത് ബോണ്ട് ചെയ്യാറുണ്ട് ഓക്സിജനുമായിട്ട്. ഇപ്പോൾ Cl2O7 എന്ന് പറയുന്നൊരു ഓക്സൈഡ് ഉണ്ട്, Br2O3, അങ്ങനെ പല ഓക്സൈഡുകളുണ്ട്. അപ്പോൾ അവിടെ +1 മുതൽ +7 വരെ ഓക്സിജൻ്റെ കൂടെ, കാരണം നമുക്കറിയാം അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണാണ്. അപ്പോൾ ഒന്ന് ഗെയിൻ ചെയ്യുക, അല്ലെങ്കിൽ 7 എണ്ണം വിട്ടുകൊടുക്കാനുള്ള സാധ്യതയുണ്ട്. 7 എണ്ണം എന്ന് പറയുന്നത് ഒന്നായിട്ട് വിട്ടുകൊടുക്കണം എന്നില്ല, ഫോം ചെയ്യുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. അപ്പോൾ +1 മുതൽ +7 വരെ ആവാനുള്ള പോസിബിലിറ്റി മറ്റ് ഹാലജനിലുണ്ട്, ഫ്ലൂറിനല്ലാത്ത മറ്റ് ഹാലജനിൽ ഉണ്ട്. ഇതൊക്കെയാണ് ജനറലായിട്ട് അതിൻ്റെ റൂൾസ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.